എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ആഘോഷ രാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 600K സെലിബ്രേഷൻ, അതായത് നമ്മളെ ചാനൽ വീണ്ടും മറ്റൊരു മൈൽ സ്റ്റോൺ അവിടെ പിന്നിട്ടിരിക്കുകയാണ്. അതിലേക്കാണ് നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആഘോഷവും നമ്മളിന്ന് നടത്തുന്ന ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, സംസാരിക്കാം. അതുപോലെ സാധാരണ ചെയ്യാറുള്ള പോലുള്ള പല കാര്യങ്ങളും നമ്മൾ ഇന്നും ചെയ്യുന്നതൊക്കെ തന്നെയായിരിക്കും. ഏതായാലും ഇന്ന് കുറച്ച് കോളുകളൊക്കെ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു പരിപാടി നമ്മളുടെ ഈ ഒരു 600Kയുടെ ഭാഗമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയ വിഷയം അത് നിങ്ങളൊന്ന് ഉണർത്തിച്ചിട്ട് അതിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് ആദ്യം അതിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചില ചിത്രങ്ങൾ ഇവിടെ കാണുകയും അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കുകയും അതിനകത്തുള്ള പൊള്ളത്തരം നമ്മൾ പുറത്ത് കാണിക്കുകയും അത് തുറന്ന് കാണിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ മാത്രമല്ല, ലോകത്ത് പല ആളുകളും അത് ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് അത്തരം ചിത്രങ്ങളൊക്കെ പൊക്കിപ്പിടിച്ച് ഗാസയിൽ പട്ടിണിയാണ് എന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ട് അതിൽ അവർ ആ പട്ടിണി സ്ഥാപിക്കാൻ വേണ്ടി പുറത്തേക്ക് വിട്ട ചിത്രങ്ങളുടെ പൊള്ളത്തരം പുറത്ത് വന്നപ്പോൾ അത് പിൻവലിക്കേണ്ടി വന്നതും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടു. പിൻവലിച്ചതിൻ്റെ പേരിൽ അവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതും അവരുടെ പത്രം ഓഫീസിലേക്ക് ചായം വലിച്ച് എറിയുന്ന അവസ്ഥ വരെ ഇവിടെ നമ്മൾ കണ്ടു. ന്യൂയോർക്ക് ടൈംസിൻ്റെ ഓഫീസിലേക്ക് അക്രമം നടത്തിയത് വരും. അപ്പോൾ അങ്ങനെയൊക്കെ നടത്തിയതിൻ്റെ പിന്നാലെ മറ്റൊരു വാർത്തയും കൂടി ഇവിടെ വരികയാണ്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞ എന്താണ്, ഈ പട്ടിണി ഉണ്ട് എന്ന് പറയാൻ വേണ്ടി നിങ്ങളൊരു ചിത്രം കാണിക്കുമ്പോൾ ആ ചിത്രത്തിൽ നിങ്ങൾ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ പട്ടിണി കൊണ്ട് വലയുന്ന കുട്ടിയുടെ ചിത്രമല്ല, അത് രോഗം കൊണ്ട് വലയുന്ന ചിത്രങ്ങളാണ്. അത് യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ചിത്രങ്ങളെ പോലും നിങ്ങൾ എടുത്തുകൊണ്ട് അത് യുദ്ധം കൊണ്ടുണ്ടായ പട്ടിണിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കപട ശ്രമം അതവിടെ നടത്തി എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതുകൂടാതെ അവിടെ ഈ അഡൽട്സ് ആയിട്ടുള്ള ആളുകൾ ഈ പട്ടിണിയുടെ യാതൊരു ലക്ഷണവും കാണിക്കുന്നില്ല എന്നുള്ള ഒരു സംഗതിയും കൂടി നമ്മളവിടെ കാണിക്കേണ്ടത്. കാരണം അതിലൊക്കെ മിക്കവാറും ആളുകൾ പൊണ്ണത്തടിയന്മാരായിട്ട് നിൽക്കുന്നു. ഈ ജനോസൈഡ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവരോട് നമ്മളെപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, ജനോസൈഡ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ. ജനോസൈഡ് എന്ന് പറയുന്ന സംഗതി നിങ്ങൾ ആദ്യം ഒന്ന് ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആ ഡെഫിനേഷൻ അനുസരിച്ചുള്ളൊരു സംഗതി അവിടെ നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തെളിയിച്ച് കാണിക്കൂ എന്ന് പറയുമ്പോൾ, അതിനുള്ള തെളിവെടുക്കൂ എന്ന് പറയുമ്പോൾ ഇത് ലോക സംഘടനകൾക്ക് പോലും സാധിച്ചിട്ടില്ല. അങ്ങനെ അതിൻ്റെ പേരിൽ BBC വാർത്ത മുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പലതും നടന്നിട്ടുള്ളതൊക്കെ നമ്മൾ പറയും. ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ലാതെ നടക്കുന്ന ആളുകൾ അവരുടെ മുന്നിലേക്ക് നമുക്കൊരു വാർത്തയും കൂടി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പറയുന്നത് മറ്റൊരു ചിത്രമാണ്. അപ്പോൾ GHF എന്ന് പറയുന്ന ആ ഒരു ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഒരു ആക്ഷൻ അവിടെ നടത്തുന്നു, അല്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ അവരവിടെ അതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ ഭക്ഷണ വിതരണം നടത്തുന്നു. ഇതൊക്കെ അവിടെ ഒരു വശത്ത് നടക്കുമ്പോൾ അത് തട്ടിക്കൊണ്ടുപോകാനും അവിടേക്ക് അത് ഡിസ്റപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ വേറെ ചിത്രങ്ങളായിട്ട് വരും. ആ ചിത്രം എന്താണ്, ഇതേപോലെ ആളുകൾ ഇങ്ങനെ ഇടിച്ചു കുത്തി നിൽക്കുന്നു, അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ പാത്രം നീട്ടിക്കൊണ്ട് നിൽക്കുന്നു, നിലവിളിക്കുന്നു, ഇതുപോലുള്ള കാര്യങ്ങളാണ് അവർ പിന്നെ കൊണ്ടുവരിക. അപ്പോൾ ഇവർക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണോ ഇവരിങ്ങനെ ചെയ്യുന്നത്, വളരെ കഷ്ടമല്ലേ എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിത്രങ്ങൾ ഇവർ ഇതേപോലെ കൊണ്ടുവെക്കുന്നു. ആ ചിത്രം ടൈം മാഗസിൻ്റെ വരെ മുഖചിത്രമായിട്ട് വരുന്നു, അവരുടെ കവർ പേജായിട്ട് വരെ അവർ എടുക്കുന്നു, അത് വലിയ ചർച്ചയാകുന്നു. ഇതുപോലെ അങ്ങ് മുന്നോട്ട് പോകാണ് ഉണ്ടായത്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ആ തൊരപ്പനെയും പിടികൂടി എന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത്. കാരണം ഇതൊരു സെറ്റ് ഇട്ടുകൊണ്ട്, അതായത് ഒരു മൂവിയിൽ ഒരു സിനിമയ്ക്കൊക്കെ നമ്മൾ സെറ്റ് ഇടുന്ന പോലെ ഒരു സെറ്റ് ഇട്ടിട്ട് അവിടെ കുറേ പാത്രങ്ങളും അവിടെ കുറേ സ്റ്റേജ് ഐറ്റമൊക്കെ അവിടെ വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ മാറുന്നു. അവരെ ആളുകൾക്ക് ഈ പാത്രം കൊടുക്കുന്നു, നിങ്ങളിങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ചോദിക്കുന്ന പോലെ ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേജ് ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാൽ ഇതിനെ ഈ അഭിനയിപ്പിച്ചുകൊണ്ട് ഫോട്ടോ എടുപ്പിച്ചിട്ട് അത് നാട്ടുകാർക്ക് വിതരണം ചെയ്തിട്ട് അതിൻ്റെ പേരിൽ നാട്ടുകാരെ കണ്ണുനീര് വിലയ്ക്ക് വാങ്ങുന്ന ഒരു പരിപാടി, ഇതാണ് സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന് വേണ്ടിയിട്ട് അതിനെ തെളിയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തേക്ക് വിടുകയാണ്. അത് പുറത്ത് വന്നു. അങ്ങനെ അത് വലിയ ചർച്ചയാവുന്നു. അപ്പോൾ അടിമുടി നിങ്ങളൊരു പട്ടിണി ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അതിന് ഒരു പട്ടിണിയുടെ ഒരു ചിത്രം കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ സെറ്റ് ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് നടത്തേണ്ട അവസ്ഥ വരുന്നു എന്ന് വരുന്നിടത്താണ് ഈ ഗാസയിലെ പട്ടിണി ഒരു കള്ളപ്പട്ടിണിയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ അവിടെ ആളുകൾക്ക് ഭക്ഷണത്തിന് ഷോർട്ടേജ് ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്, ഭക്ഷണത്തിന് ഷോർട്ടേജ് ഉണ്ട്. അതിന് വിവിധങ്ങളായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ ഒന്നും നിങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ ഇത് ഇസ്രായേലാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ശ്രമം നടത്തുമ്പോൾ സത്യത്തിൽ നിങ്ങൾ പട്ടിണി മാറ്റുകയല്ല ചെയ്യുന്നത്, ഈ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കി ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാതെ അതിനുള്ള വഴികൾ നിങ്ങൾ അടച്ചുകൊണ്ട് ഇത് കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടുവെക്കുന്നത്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താണ് ഇതിൻ്റെ വഴികൾ? ഏറ്റവും മിനിമം ഞാൻ പറയുന്നു, ഇതൊരു യാചക കൂട്ടമാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ഒരു ഗാസയുടെ വിഷയവും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പേരിൽ മുതലെടുത്ത് നടന്നിരുന്ന ഈ ഹമാസിൻ്റെ മുതലാളിമാർ
അവർ മൾട്ടി ബില്യണേഴ്സായിട്ട് മാറിയത് എങ്ങനെയാണ് എന്നെങ്കിലും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. ഇത്രമാത്രം പട്ടിണിയുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഹമാസിൻ്റെ നേതാക്കൾ എങ്ങനെയാണ് ഇതുപോലെ വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളായിട്ട് മാറുന്നത്? അവരുടെ വലിയ ആസ്തി അവർ വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവരെങ്ങനെയാണ് ഖത്തർ പോലുള്ള രാജ്യങ്ങളിൽ സുഖലോലുപരായിട്ട് ജീവിക്കുന്നതെന്ന് നിങ്ങൾ പറയാം. നമ്മൾ കണ്ടു യഹിയ സിൻവർ, നമ്മളുടെ ആ ഡ്രോൺ വെച്ച് എറിഞ്ഞ് വടിയായ ആ മുതലാളി, ഈ ഹമാസിൻ്റെ മുതലാളി, പുള്ളിയുടെ പൊണ്ടാട്ടി ഇന്ന് തുർക്കിയിൽ വേറൊരാളെയും കൂടെ ഇതുപോലെ കല്യാണം കഴിച്ച് അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു എന്നാണ് അറിയുന്നത്. എന്ന് വെച്ചാൽ ഹമാസിൻ്റെ നേതാക്കളും ഹമാസിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അവർക്ക് ഈ പട്ടിണിയോ ഇതൊന്നും നേരിട്ട് അവർ അറിയുന്നുമില്ല. അവരവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അവർക്ക് ഈ പറയുന്ന പട്ടിണിയൊന്നും അവർക്ക് നേരിടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ കയ്യിൽ പണമുണ്ട്. ഈ നാട്ടുകാരെ പറ്റിച്ചിട്ട് നിങ്ങളെ ഇതുപോലുള്ള വ്യാജ ചിത്രങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ മനസ്സ് അലിയിപ്പിച്ചിട്ട് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് അവരടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. ഇതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വശത്ത് ഇത് ചെയ്തു വെക്കുമ്പോൾ ഇതിനെ പൊള്ളത്തിന് നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ വിഷയം. അപ്പോൾ ഇത്തരം ചിത്രങ്ങൾ നിരന്തരം പുറത്തേക്ക് വരുന്നു. ഈ ഷൂട്ട് നടത്തുന്ന സ്ഥലത്തിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഇവിടെ ഇതുപോലുള്ള സംഗതികൾ വെച്ചുകൊണ്ട് ഇതിൽ ഒന്നും തന്നെ ഇതുപോലെ ഒരു യാഥാർത്ഥ്യത്തോടു കൂടിയിട്ട് ഇത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന ഉദ്ദേശത്തിൽ നടക്കുന്ന സ്ഥലങ്ങളല്ല എന്നാണ് ഈ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സംഗതി കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡല്ല അവിടെ കൊടുക്കുന്നത്. അത് റോ ഫുഡാണ് അവിടെ കൊടുക്കുക. ആളുകൾ കൊണ്ടുപോയി പാകം ചെയ്ത് കഴിക്കാൻ പാകത്തിനുള്ള പാക്കറ്റ് ആയിട്ടുള്ള സംഗതികളും അതുപോലുള്ള സംഗതികളാണ്. ഇപ്പോൾ പൊടി കൊടുക്കുന്നു, അരിപ്പൊടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാന്യങ്ങൾ കൊടുക്കുന്നു. ഇതാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പകരം ഇതുപോലെ കുക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായി? ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ളതാണ് പണ്ടും നമ്മൾ പറയാറുള്ളത്. അത് ഇന്നിപ്പോൾ ഇവിടെ തെളിയാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മളുടെ വിശ്വാസികൾ വരും, ഇത് വേറെ ചിത്രമാണ്. വേറെ ചിത്രം തന്നെ ആവുന്ന എങ്ങനെയാണ്? പാത്രം ഒന്ന് തന്നെ, സെറ്റ് ഒന്ന് തന്നെ, ആളുകൾ മാത്രം മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മളവിടെ കാണുന്നത്. കാരണം ഒരേ ചിത്രം വെക്കുമ്പോൾ ഇതുപോലുള്ള സംഗതികൾ ഇതൊന്നും ഓർക്കാതെ പോവാൻ ഇത്രമാത്രം മണ്ടന്മാരാണോ എന്നൊക്കെ നമ്മളും ആലോചിച്ച് പോകുന്നത്. അതുകൊണ്ടാണ് ഇവരിത് കരുതിക്കൂട്ടി ചെയ്യാണ്. പലപ്പോഴും ഇത് കൈയോടെ പിടികൂടിയിട്ടുണ്ട്, നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഈ ഒരു വിഷയത്തിൽ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ആമുഖമായിട്ട് ഇത് പറയാൻ തന്നെ ഒരു കാരണം എന്ന് വെച്ചാൽ, ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മളിവിടെ കാണിക്കുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഇതൊന്നും കണക്കിലെടുക്കാതെ ആളുകൾ ഇതിൽ ചിത്രങ്ങളിൽ വീണ് പോയിക്കൊണ്ട് ഇതിൻ്റെ പേരിൽ നിലവിളിയായിട്ട് നടക്കുന്നത്. ഇനി എൻ്റെ ഒരു ചീറ്റ് കോഡ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ചിത്രം നിങ്ങൾ ഏതെങ്കിലും ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ, അതിപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എറർ വന്നു എന്നുള്ള രീതിയിലായാലും ശരി, ഏതെങ്കിലും സംഗതി ഇപ്പോൾ ഗാസയിൽ സംഭവിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു ചിത്രം നിങ്ങൾ വന്നിട്ട് ഒരു 48 മണിക്കൂർ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും. ഇതാണ് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. കാരണം ഇത് മുഴുവൻ ഇതുപോലെ പടച്ചുണ്ടാക്കുന്ന സംഗതികൾ, അതിൻ്റെ വസ്തുതകൾ പുറത്ത് വരാത്ത രീതിയിൽ അതിനെ ഒളിപ്പിച്ച് കടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സംഗതികൾ, പക്ഷേ അത് പിന്നീട് പുറത്തു വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. BBC പിൻവലിക്കുന്നു, വാഷിങ്ടൺ പോസ്റ്റ് പിൻവലിക്കുന്നു, ന്യൂയോർക്ക് ടൈംസ് പിൻവലിക്കുന്നു, ഇപ്പോൾ അത് ടൈംസ് മാഗസിൻ അവരും പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. UN പോലും കണക്കുകൾ പിൻവലിക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായിട്ട് ഇതൊന്നും കാണാതെ നിങ്ങൾ ഈ ജനോസൈഡെന്നും ഇതുപോലുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ നിങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാണാൻ ശ്രമിക്കാതിരിക്കുമ്പോൾ ഇതിൻ്റെ പ്രശ്നമാണ്. ഇനി ഒന്നും പോട്ടെ, ഇതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൻ്റെ അടിസ്ഥാന മതമാണ്. അതെവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഹമാസിൻ്റെ ചാർട്ടറിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അവരുടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? അതായത് ജൂതരാഷ്ട്രത്തെ അവർ ഉന്മൂലനം ചെയ്യും എന്ന് തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഇസ്രായേൽ വിൽ ബി ഒബ്ലിറ്ററേറ്റഡ്, അതായത് ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇസ്രായേൽ ജസ്റ്റ് ലൈക്ക് ഇറ്റ് ഒബ്ലിറ്ററേറ്റഡ് അതേഴ്സ് ബിഫോർ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെക്കുമ്പോൾ, അതിന് ഹദീസുകളെ കോട്ട് ചെയ്തിട്ട് അവിടെ എഴുതി വെക്കുമ്പോൾ, അവസാനത്തെ ജൂതനെ കൊന്നു തള്ളുന്നത് വരെയെങ്കിലും ലോകം അവസാനിക്കില്ല എന്നുള്ള ഹദീസാണ് ഈ പറയുന്ന ഹമാസിൻ്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒറിജിനൽ ചാർട്ടറിൽ അവർ കിടക്കുന്ന സാധനമാണ് ഈ പറയുന്നത്. ഇതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ മതമാണ് ഇതിൻ്റെ കാരണം. അവിടെ നിങ്ങൾ ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നു. ഈ റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 സ്റ്റേറ്റ് ഇല്ല. ഈ റിവറിൻ്റെയും കടലിൻ്റെ ഇടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. അത് മുഴുവൻ തുടച്ചു മാറ്റുമെന്ന് പറയുമ്പോൾ അവിടെയുള്ള ജൂതന്മാരവിടെ പോകും, അവിടെയുള്ള മുസ്ലിങ്ങൾ 20% വരുന്ന മുസ്ലിങ്ങൾ അവിടെ പോകും, അവിടെയുള്ള ഡ്രൂസ് വംശജരായിട്ടുള്ള ആളുകളവിടെ പോകും. ഇതൊന്നും പറയാതെ എല്ലാവരെയും ഉന്മൂലനം ചെയ്യുമെന്നത് തന്നെയാണ് ഒരു ജനോസൈഡ് കോളാണ് സത്യത്തിൽ ഈ ഫ്രീ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം ജനോസൈഡ് കോള് നടത്തിക്കൊണ്ടാണ് ബാക്കിയുള്ള ആളുകൾ അത് ചെയ്യുന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്നത്. ഇതുപോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചില സംശയങ്ങളായിട്ട് പിന്നെ നിലനിൽക്കുന്നു എന്ന് കാണുമ്പോൾ അത് ഒരു ബാച്ച് ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കി പോകുന്നു, പുതിയ ബാച്ച് ആളുകൾ വരുന്നു. ഇത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മളിത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾക്ക് ഈ പട്ടിണി അവസാനിപ്പിക്കണം, യുദ്ധം അവസാനിക്കണമൊക്കെ നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ആ ഹോസ്റ്റേഴ്സിനെ വെറുതെ വിടുക എന്നുള്ളതാണ്. ഒരു ലോകത്തും ഒരു സ്ഥലത്ത് പോലും
ഇരകളാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇതുപോലെ ഹോസ്റ്റേഴ്സിനെ വെച്ചുകൊണ്ട് അവരുടെ ശവം വെച്ചുകൊണ്ട് വില പേശുന്ന പരിപാടിയൊന്നും ആരും ചെയ്യാറില്ല. അപ്പോൾ നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്, ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കുക. അത് ചെയ്തിട്ട് ബാക്കി അത്രയേ ഉള്ളൂ. അത് അവസാനത്തെ ഹോസ്റ്റേജിനെയും വിട്ടുകൊടുക്കുന്നത് വരേക്കും നമ്മുടെ പിന്നിലുള്ള ഈ പതാകയും അതുപോലുള്ള സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടാവും. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ നമ്മൾ ഈ വിഷയം ഒന്ന് അവസാനിപ്പിച്ചിട്ട് നമ്മളുടെ ആഘോഷ രാവിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.